അപ്പോൾ ഇന്ന് ബ്രെഡും കൊണ്ടങ്ങ് നിന്ന് രാവിലെ ബ്രെഡിൻ്റെ അകത്ത് ശ്രീകണ്ഠ് തേച്ചിട്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുമായിരുന്നു. ചായയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇനി ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ. അപ്പം രാവിലത്തേക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് ഇവിടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ കറിയായിട്ട് വല്ലതും വേണമെന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു 2 സവാളയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം ഞാൻ പാൻ വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് കടുക് ഇടും, ചില സമയത്ത് കടുക് ഇടാൻ മറന്നു പോവും. അപ്പോൾ ഇന്ന് കടുകൊക്കെ ഇട്ട് എന്നിട്ട് ഈ സവാളയും വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി ഹൈ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ തീ കുറച്ചും കൂട്ടിയൊക്കെ ഇട്ടൊന്ന് അത് വഴട്ടിയെടുക്കും. അപ്പോൾ ജിയോ മാർട്ടിൽ നിന്ന് ഇച്ചിരി സാധനം ഓർഡർ ചെയ്തായിരുന്നു. ചീസ്, കറിവേപ്പില, ഏത്തയ്ക്ക, പിന്നെ ശ്രീകണ്ഠ്, ജാമ്, സവാള ഇതൊക്കെ. ഇപ്പം ജാമ് വലിയ ബോട്ടിലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷേ ചെറിയ ബോട്ടിലാണ് കൊണ്ടുവന്നത്. അതിപ്പം ബബിൾ റാപ്പൊക്കെ ഇട്ട് അങ്ങനെയാണ് അവർ കൊടുത്ത് വിട്ടേക്കുന്നത്. പക്ഷേ ഏത്തയ്ക്ക ചില സമയത്ത് കിട്ടുമ്പോൾ നമുക്ക് അന്ന് കഴിക്കാൻ പറ്റത്തില്ല, പച്ചയായിരിക്കും. അപ്പോൾ ഞാനിവിടെ ധൃതി വെച്ച് ജോലി അടുക്കള ചെയ്തുകൊണ്ടിരുന്നുണ്ടെ പോൾമോൻ വന്ന് പറഞ്ഞ് അവൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്. അവൻ തന്നെ എനിക്ക് പറഞ്ഞു തന്നെ യൂട്യൂബിലും കണ്ട് പറഞ്ഞ ഒരു റെമഡിയാണ്. അതൊന്ന് അവൻ്റെ തലയിൽ ഇച്ചിരി മസാജ് ചെയ്ത് കൊടുക്കുമെന്നും പറഞ്ഞു. പിന്നെ അവൻ ചെയ്യാമെന്ന് പറഞ്ഞോണ്ടേ ഞാൻ അവനെയും കൊണ്ട് ചെയ്യിപ്പിച്ചില്ല. ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയി അവൻ്റെ തലയിൽ മസാജ് ചെയ്യാൻ പോയി. ഇതിലിപ്പോൾ ചേർത്തേക്കുന്നത് നമ്മുടെ ഫ്രഷ് വീട്ടിലുള്ള അലോവേര എടുത്തിട്ട് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പൾപ്പ് എടുത്തു, 1 ടേബിൾ സ്പൂൺ തൈര്, കുറച്ച് കോക്കനട്ട് ഓയിൽ, ഇതിലേക്കൊരു വിറ്റാമിൻ ഇ ക്യാപ്സൂള്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ വന്ന് അരിയൊക്കെ ഇടാനുണ്ടായിരുന്നു. വെള്ളം തിളച്ച് അരി കഴുകിയിട്ട് അപ്പോൾ ഞാൻ അപ്പുറത്ത് ഇവിടെ മത്തങ്ങയും പയറും കൂടെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് അതൊന്ന് നന്നായി ഉടച്ചെടുത്തിട്ട് അതിലേക്ക് അരപ്പൂടെ ചേർത്ത് അരപ്പിനായിട്ട് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രയും ആണ് അരച്ച് ചേർത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായി തിളച്ചതിന് ശേഷം ലാസ്റ്റിൽ കടുകൂടെ വറുത്ത് ചേർക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് വേണ്ടിയവർക്ക് ചപ്പാത്തിയൊക്കെ കൊടുത്തു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഇവിടെ റെഡി ആയായിരുന്നു. ഇവിടെ പ്രൈസൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ചപ്പാത്തിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും. അപ്പം ഇത് അരപ്പൊക്കെ നന്നായി തിളച്ചായിരുന്നു. ഇതിലേക്ക് ഞാൻ കടുകൂടെ വറുത്ത് ചേർത്ത്. കടുക് വറുക്കുന്ന സമയത്ത് നല്ല കുറച്ച് തേങ്ങയുടെ വറുത്ത് ചേർക്കുകയാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ചെയ്തില്ല ഇപ്പം. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.